നമ്മൾ ഈ വാസന ഗുണം എന്ന് കേട്ടിട്ടില്ലേ? ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ സംഗീതത്തിലും ചിത്രരചനയിലും അതുപോലെ ഓരോ ടാലൻറ്റുകളും ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാകും. ചിലർക്ക് വളരെ സാഹസികമായ കർമ്മങ്ങൾ ചെയ്യാനായിരിക്കും താല്പര്യം. അങ്ങനെ ഓരോന്നും അന്യഭാഷകളൊക്കെ സംസാരിക്കുന്ന ചെറിയ കുട്ടികളെ കാണാം. അതൊക്കെ വാസന ഗുണമാണ്. അതായത് പൂർവ്വജന്മത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ജോലിയുടെ അവർക്ക് കിട്ടിയ ആ ജോലിയിലൂടെ കിട്ടിയ ജ്ഞാനത്തിൻ്റെ അനന്തരഫലമാണ് അടുത്ത ഒരു ശരീരം എടുത്തു വന്നപ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിലെ അറിവ് അതുപോലെ തന്നെ അവരിൽ വാസന ഗുണമായി വന്നു. ഇതുപോലെ തന്നെ ഈ നല്ല ഗുണങ്ങളല്ലാതെ മോശം ഗുണങ്ങളും ഉണ്ട് വാസനയായിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഈ മൃഗങ്ങളിൽ നിന്ന് നേരിട്ട് മനുഷ്യരിലേക്ക് വരുന്ന ആത്മാക്കളുണ്ട്. അവരുടെ ഗുണങ്ങൾ കണ്ടാൽ, അവരുടെ വാസനകൾ കണ്ടാൽ ആ മൃഗീയമായിട്ടുള്ള അവസ്ഥകൾ മാത്രമായിരിക്കും. അവരുടെ കൂട്ടത്തിൽ അതിനേക്കാൾ മെച്ചമായ ആത്മാക്കൾ ഉണ്ടാകും. കുറേ കൂടി ജന്മാന്തരങ്ങൾ കഴിഞ്ഞ് മനുഷ്യരായി തന്നെ ജീവിച്ച ആത്മാക്കളും അവരുടെ കൂട്ടത്തിൽ വന്ന് പെടുമ്പോൾ അവർക്ക് ഇവരെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയില്ലായിരിക്കും. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ കാണുന്ന ഒരു കാഴ്ച തന്നെയാണത്. ചിലർ ആഹാരത്തിന് വേണ്ടിയും മൈഥുനത്തിന് വേണ്ടിയും മാത്രം ജീവിക്കുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാം. അവർ ഓർമ്മയായ കാലം മുതൽ മരിക്കുവോളം ഈ രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ജീവിക്കുന്നത്. എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും അവരുടെ കൂടെ ജീവിക്കുന്നവരെയും ഒക്കെ അതിനു വേണ്ടി അവർക്ക് ആഹാരമുണ്ടാക്കി കൊടുക്കുവാനും അവരുടെ സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാനും വേണ്ടി മാത്രം ഉള്ള ഉപകരണങ്ങളാക്കി അടിമകളാക്കി മാറ്റുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലും നമുക്ക് നേരിട്ടറിയുകയും അല്ലാതെ പറഞ്ഞു കേട്ടറിയാവുന്നതും ധാരാളം കാര്യങ്ങളുണ്ട്. ഇവർ ഒരു മൃഗം എങ്ങനെയാണോ വനത്തിൽ ജീവിച്ചിരുന്നത്, മൃഗത്തിന് വേണ്ടത് ആഹാരം, പിന്നീട് മൈഥുനം, ഉറക്കം, ഇത് മാത്രമായിരിക്കും ഇവരുടെയും ഈ മനുഷ്യരായി ജനിച്ചാലും അവരുടെയും ഗുണങ്ങൾ. അവർ അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. അങ്ങനെയുള്ളവരാണ് ഈ ചെറിയ കുട്ടികളെ കണ്ടാൽ പോലും, അല്ലെങ്കിൽ പ്രായമുള്ള സ്ത്രീകളെ കണ്ടാൽ പോലും, അല്ലെങ്കിൽ മൃഗങ്ങളിൽ പോലും ഈ മൈഥുനത്തിനോടുള്ള താല്പര്യം വരുന്ന മനുഷ്യര്. അവരെ നമ്മൾ ഈ സമൂഹത്തിനല്ല ഇങ്ങനെയുള്ളവർ വളരെ ദ്രോഹങ്ങളായിരിക്കും. ഒരു സാമാന്യ സംസ്കൃതിയിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിൽ വിഷലിപ്തമായിട്ടുള്ള വാസനകളാണ് ഇങ്ങനെയുള്ളവർ ചെയ്തു കൂട്ടുന്നത്. അതാണ് വാസനകളാണ്, പൂർവ്വജന്മാർജിതമായ വാസനകൾ. അത് ഈ ഒരു ക്രൗര്യ മൃഗത്തിൽ നിന്നാണ് മനുഷ്യനായി പരിവർത്തനം വന്ന ജന്മമാണെങ്കിൽ ആ ക്രൗര്യത മുഴുവൻ ഉണ്ടാകും. അങ്ങനെയുള്ളവരാണ് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുകയും അവരെ അടിക്കുകയും ഒടിക്കുകയും അവരുടെ എല്ലുകളൊക്കെ തല്ലി ഒടിക്കുകയൊക്കെ ചെയ്യുന്ന മൃഗീയമായ ഉപദ്രവങ്ങളും മൃഗീയമായിട്ടുള്ള സ്വഭാവങ്ങളുമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തരായി ചിന്തിക്കുന്നവർ കാണുമ്പോൾ നമുക്കത് വളരെ അത്ഭുതം തോന്നും. ഇങ്ങനെ ഇത്രയും ക്രൂരരായ മനുഷ്യരുണ്ടോ ഭൂമിയിൽ എന്ന്. അപ്പോൾ ഓരോരുത്തരും ആ ക്രൂരതയുടെയും ആ പൈശാചികതയുടെയൊക്കെ അളവ് നിശ്ചയിക്കുന്നത് അവനവൻ്റെ ആ വാസന ഗുണത്തിൽ നിന്നുകൊണ്ടാകും. ഇപ്പോൾ ഒരു സാത്വിക ഗുണത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അയ്യോ കഷ്ടം, എന്ത് മനുഷ്യരാണ് ഇവരൊക്കെ, മനുഷ്യരാണോ അതോ മൃഗമാണോ എന്ന് ചിന്തിക്കും. ഇതേ ഗുണമുള്ളവർ, ഇവരുടെ ഈ വാസന തന്നെയുള്ള മറ്റു മനുഷ്യർ, അതിലെന്താണ് കുഴപ്പം? അത് ഓരോരുത്തരുടെ ആവശ്യമല്ലേ, ബയോളജിക്കൽ നീഡ്സ് അല്ലേ, അത് സാധിക്കാൻ വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് തോന്നും. അപ്പോൾ അതാത് വാസന ഗുണവുമായി വന്നവർ അതാത് കർമ്മങ്ങളിലൂടെയാണ് പിന്നീട് കടന്നു പോകുന്നത്. അത് നമുക്കാർക്കും തിരുത്താൻ പറ്റില്ല. അവരുടെ കൂടെയുള്ളവർക്കോ സമൂഹത്തിനോ അല്ലെങ്കിൽ ന്യായാധിപന്മാർക്കോ ഒന്നും അതവരെ തിരുത്താൻ പറ്റില്ല. കാരണം അവരെ തിരുത്തിയാലും അവർ ആത്യന്തികമായി അവരുടെ വാസന തന്നെ, അവരുടെ ആ ഗുണവിശേഷം തന്നെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഇത് നേരിട്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന ആത്മാക്കളാണ്. 84 ലക്ഷം അത്രയും ജന്മങ്ങളെടുത്താണ് മനുഷ്യനൊരു പരിവർത്തനപ്പെടുന്ന ആത്മാവായി മാറുന്നത്. ഇപ്പം ജീവജാലങ്ങളിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് മാറുന്ന പരിവർത്തന സമയത്ത് ആ മനുഷ്യനായി ആ മൃഗീയ വാസനകളോടുകൂടി തന്നെ ഒരുപാട് കാലവും ഒരുപാട് ജന്മങ്ങൾ അങ്ങനെ തന്നെ എടുത്തു വന്നാലേ ആ ആത്മാവിന് ഒരു പരിവർത്തനം വന്ന അതിനടുത്ത മനുഷ്യജന്മ തന്നെ മനുഷ്യനായി ജീവിക്കുന്ന ആ ഒരു സ്വഭാവ സവിശേഷതയിലേക്ക് വരികയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ശൈശവം,
ശൈശവാവസ്ഥയിലുള്ള ആത്മാക്കൾ, ബാല്യാവസ്ഥയിലുള്ളവർ, യൗവനാവസ്ഥയിലുള്ളവർ, അങ്ങനെ വാർദ്ധക്യാവസ്ഥയിലുള്ളവർ, വാനപ്രസ്ഥാവസ്ഥയിലുള്ളവർ, അങ്ങനെയുള്ള ആത്മാക്കൾ അങ്ങനെ നിരന്തരം ജനിച്ചും മരിച്ചുമാണ് ആത്മാവിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നു വരുന്നവരാണ് യോഗികളായി മാറുകയും അവസാനം ആ മോക്ഷം പ്രാപ്തിയിൽ വാനപ്രസ്ഥം, സന്യാസം, ആ സന്യാസ അവസ്ഥയിൽ വരുന്ന സന്യാസവും കഴിഞ്ഞാണ് മോക്ഷം. ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആത്മാക്കളാണ് പിന്നീട് ഈ ആത്മീയമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി തന്നെ ജനിച്ച് ശ്രീ ശങ്കരാചാര്യരെ പോലെയും സ്വാമി വിവേകാനന്ദനെ പോലെയും ശ്രീനാരായണ ഗുരുദേവനെ പോലെയൊക്കെയുള്ള ആത്മീയ ഗുരുക്കന്മാർ, ആചാര്യന്മാർ അങ്ങനെ നിരന്തരം ജനിച്ച് മരിച്ച് ആത്മാവിൻ്റെ ഏറ്റവും മോക്ഷസ്ഥാനമായിട്ടുള്ള ആ ഒരു നിലയിലേക്കെത്തി വീണ്ടും ഭൂമിയിൽ വന്ന് ആ പരമമായ ലക്ഷ്യത്തെ പ്രാപിച്ചുകൊണ്ട് അവർ പരമാത്മാവിൽ ലയിക്കുന്നു. അപ്പോൾ വാസന ഗുണങ്ങളെന്ന് പറയുന്നത് നല്ലത് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളതെങ്കിൽ മോശമായിട്ടുള്ളതും നമ്മുടെ വാസന ഗുണം തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ നിരന്തരം കേൾക്കുന്ന ക്രൂരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ എല്ലാം വാസനാ ഗുണങ്ങൾ, പ്രത്യേകിച്ച് വാർദ്ധക്യം ബാധിച്ചവരാണ് കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള ഒരേ കർമ്മങ്ങളിൽ. ഒരു മധ്യവയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയ കുട്ടികളെയും ഒക്കെ ഉപദ്രവിക്കുവാനും, ഏത് വ്യക്തികളെ കണ്ടാലും അവരെ എല്ലാറ്റിനെയും, മക്കളെയും ചെറുമക്കളെയും ഭാര്യയെയും മരുമക്കളെയും അയൽപക്കത്തുള്ളവരെയും ഏത് സ്ത്രീ വിഭാഗങ്ങളെയും ഇങ്ങനെയുള്ള പുരുഷന്മാർ കണ്ടാലും അവർ അങ്ങനെ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ടാവും. അതുകൊണ്ടാണ് പുരുഷന്മാരിൽ ഒരു പുരുഷന് വേണ്ടി സ്ത്രീകൾ സ്വന്തം ഭർത്താവിനെയും മക്കളെയൊക്കെ കൊല്ലുകയോ അല്ലെങ്കിൽ അവരെയൊക്കെ നിഷ്കരണം ഉപേക്ഷിക്കുകയോ ചെയ്ത് അടുത്ത പുരുഷനോടൊപ്പം ജീവിക്കുകയും യാതൊരു വീണ്ടുവിചാരമില്ലാതെ, എന്നിട്ട് അവൻ്റെ കയ്യാൽ മരിക്കുകയോ മരണപ്പെടുകയോ അല്ലെങ്കിൽ അവനെ കൊല്ലുകയോ ചെയ്ത് വീണ്ടും അടുത്ത ആളുടെ കൂടെ പോവുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രവണതയെന്ന് പറയുന്നത് ഈ ജന്മം കൊണ്ട് കിട്ടുന്നതല്ല. അത് പൂർവ്വജന്മാർജിതമായ വാസനാ ഗുണം തന്നെയാണ്. അപ്പോൾ വാസനകൾ എന്ന് പറയുന്നത് നല്ലത് മാത്രമല്ല, മോശവും ഉണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഈ വൈചിത്ര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്നും മിണ്ടാതെ നമുക്ക് നിൽക്കാൻ സാധിക്കും. ആഹാരവും മൈഥുനവും മാത്രമായി ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ചെന്ന് പെട്ടാൽ നമുക്ക് അന്താളിപ്പുണ്ടാകും. ഇങ്ങനെയുള്ള മനുഷ്യർ, ഇതെന്ത് മനുഷ്യർ എന്ന് തോന്നുന്നു, നമുക്ക് അസ്വസ്ഥതയുണ്ടാകും. അങ്ങനെ അസ്വസ്ഥത ഉണ്ടാകേണ്ട കാര്യമില്ല. നമ്മൾ സമാധാനമായി ജ്ഞാനത്തോടുകൂടി ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ശാന്തമായ ഒരു സമീപനം എല്ലാവരോടും ഇടപെടുവാൻ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും മനഃശാന്തി ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ ഓരോ വിഭാഗം മനുഷ്യരെയും അതാത് അവസ്ഥയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.